ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم الله നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണേ അല്ലാഹ് الحمدلله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم اغفر وبلغ مثل ثواب ما قرأناه وما صلينا وما سلمناه هذه هدية وصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهرنا رؤيته وأرضنا المورود اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن أرحم الراحمين يا رب ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ 4600 കിലോമീറ്റർക്കപ്പുറത്ത് 5 വിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ കരളിന്റെ കരുണമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പാന്റെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ നൂറേ ഹബീബിന്റെ മുത്തുമണികളെ എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണമല്ല ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലോ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല ഒരുപാട് പേര് വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല ആ വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണല്ല ഹബീബിന്റെ മുത്തുമൽപ്പെട്ട ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹുവേ ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ് സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ് ഞങ്ങൾക്കറിയ പലിശ ഹറാമാണ് അല്ലാഹുവേ നിവൃത്തികേട് കൊണ്ട് വെച്ചതാണ് അതുകൊണ്ട് ആധാരങ്ങൾ ബാങ്കിൽ നടക്കൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടുറപ്പ് ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ നടക്കൊരു വഴി കാണിച്ചു കൊണ്ടുള്ള അല്ലാഹുവേ ബാങ്കുകാർ ജപ്തി നോട്ടീസ് വന്ന് ചുമര് മോട്ടിക്കേണ്ട അവസ്ഥ വരുത്തല്ലറപ്പ് ഒരാളെ മുന്നിലും ഞങ്ങളെ മാനം കെടുത്തല്ല ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് രോഗികളാണ് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് രോഗങ്ങളെ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ് ട്യൂമറുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രെയിനുള്ളവരുണ്ട് ചെന്നിക്കുത്ത് വന്നവരുണ്ട് തലയിലെ മുഴയുള്ളവരുണ്ട് മൈഗ്രെയിന് തലവേദനയുള്ളവരുണ്ട് അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണിൽ തിമിരം വന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് ചെവി ഒരിക്കുന്നവരുണ്ട് മൂക്കിൽ അലർജിയുടെ രോഗങ്ങളുള്ളവരുണ്ട് മൂക്കിൽ ദശയുള്ളവരുണ്ട് സുമ്മലുള്ള പടച്ചിറപ്പേ വായിലെ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരം നിലച്ചു പോയതുകൊണ്ട് സംസാരിക്കാത്തവരുണ്ട് അല്ലാ
തൊണ്ടയില് മുളയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയിഡുള്ളവരുണ്ട്, പിസിയോട് വന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്. അല്ലാഹുവേ, ഒരുപാട് പേർക്ക് ലിവർ സംബന്ധമായ രോഗങ്ങളുണ്ട്, വായു സംബന്ധമായ രോഗങ്ങളുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്. അല്ലാഹുവേ, വേദനിക്കുന്നവരുണ്ട്, പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, ഒട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക്കാശത്തുള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, മാനസിക രോഗങ്ങളുള്ളവരുണ്ട്, വെള്ളപ്പാട് വന്നവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണമല്ല, കാമില ശിഫ നൽകണമല്ല. നൂറെ ഹബീബിന്റെ മുച്ചുമണികൾക്ക് അങ്ങനത്തെ രോഗങ്ങളെ കുറക്കല്ലറട്ടെ. അല്ലാഹുവേ, ഒരു ഭാഗം തളർന്നു പോയിട്ട് കിടക്കുന്നവരുണ്ട്, അല്ലാഹുവേ ആഫിയത്ത് നൽകണമല്ല. ഒരു മൂലയിൽ കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മുത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലറട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല, ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല ഖൽബ് നൽകണമല്ല. ഞങ്ങളെ മക്കള് പോകുന്ന വഴികള്, ഞങ്ങളെ ഭർത്താക്കന്മാര് പോകുന്ന വഴികള്, ഞങ്ങളെ ഭാര്യമാര് പോകുന്ന വഴികളല്ല റഹ്മത്തിന്റെ മാലാകമാര് പ്രൊട്ടക്ഷൻ നൽകണമല്ല. ഒരാളെ ചതിയിലും പെടുത്തല്ലറട്ടെ. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാർ നൽകണമല്ല, ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരുകളെ നൽകണമല്ല. അവരെ നീ കല്ലിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും ഫോണിന്റെയും അടിമകളാക്കല്ലറട്ടെ. യാഹുവേ, ഞങ്ങളെ വീട്ടിൽ സമാധാനം നൽകണമല്ല, ഞങ്ങളെ വീട്ടിൽ ബറക്കത്ത് നൽകണമല്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് ലൈക്യം നൽകണമല്ല. ഒരാളെ മുന്നിൽ ഞങ്ങളെ മാനപ്പെടുത്തല്ലേ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണമല്ല. എപ്പോഴും ദുആ ചെയ്തോ, മക്കള് നന്നാവാൻ ദുആ ചെയ്തോ. അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല ഖൽബ് നൽകണമല്ല. കഴിഞ്ഞ 2-3 വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് 50 വയസ്സുള്ള ഒരു ഉമ്മ വന്ന് ഈ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, മരിക്കാൻ ദ്വാരിക്കണേ. വല്ലാത്ത വിഷമത്തിലാണ്. ചെറുപ്പത്തിൽ 6 വയസ്സുള്ള സമയത്ത് എന്റെ പൊന്നുമോന് സുബ്ഹാനല്ലാഹ് അവരുടെ ഭർത്താവിനെ വിട്ടുപോയി. 18 വയസ്സുവരെ പൊന്നുമോനെ നോക്കി വളർത്തി. അവൻ ഈ ഫോണിലൂടെ മോശപ്പെട്ടത് കണ്ടിട്ട് അവൻ എന്നെ കയറി പിടിക്കാൻ വരിക. ഉമ്മ പറയാണ്, അങ്ങനത്തെ മക്കളെ തരല്ലേ, മക്കൾക്ക് നല്ല ബുദ്ധി നൽകണമല്ല. ഇന്നിവരെ ജീവിച്ച് കണ്ണീരോടെ എന്നും സമാധാനമില്ല. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകും. നാളെ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണമല്ല. സന്തോഷം നൽകണമല്ല. ഒരു ഉമ്മ വന്നിട്ട് പറയാ, വീട്ടിൽ ഭർത്താവും കള്ളു കുടിക്കും, മകനും കള്ളു കുടിക്കും, എന്നും തമ്മിൽ അടികൂടുകയാണ്. ഇല്ലാത്ത സമാധാനമില്ലാത്ത ജീവിതമാണ്. ഇവിടുന്ന് അങ്ങോട്ട് സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല. ഹബീബിന്റെ മുത്തുമണികൾക്ക് ഒരു വിഷമവും നീ കൊടുക്കല്ലോ അല്ലാ, ഒരു സങ്കടവും നീ കൊടുക്കല്ലോ റബ്ബേ. ഖൈർ നൽകണേ അല്ലാ, സമാധാനം നൽകണമല്ല. ഒരുപാട് പേര് പ്രവാസികളാ, ഞങ്ങളെ മക്കള് പ്രവാസികളാ, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാ, ഞങ്ങൾ ഉപ്പമാര് പ്രവാസികളാ. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവന്നൊരവസ്ഥ വരുത്തല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണമല്ല, അവരുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണമല്ല. എല്ലാവർക്കും ഖൈർ നൽകണമല്ല, ദീനിന്റെ ഭർത്താക്കളാക്കണമല്ല. ഒരാളെയും കുറ്റം പറയേണ്ട ഖൽബ് തരല്ല റബ്ബേ. അല്ലാഹു യതീമക്കളെ സഹായിച്ചവരാണ്, പാവപ്പെട്ടവരെ സഹായിച്ചവരാ, സ്ഥലം വാങ്ങാൻ സഹായിച്ചവരെ എല്ലാവർക്കും നീ ഖൈർ നൽകണമല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ല. ഒരു മൂലയിൽ കടന്നിട്ട് ഞങ്ങളെ